ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, കുടിവെള്ളം, ഭക്ഷണം തുടങ്ങിയവ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇത്തരം പ്ലാസ്റ്റിക്കുകൾ പ്രകൃതിക്കും പരിസ്ഥിതിക്കും ഏറെ പ്രശ്നമുണ്ടാക്കുന്നു. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് ആണ് സമുദ്രത്തിൽ വന്നടിയുന്നത്. ബയോഡിഗ്രേഡബിൾ അല്ലാത്ത ഇത്തരം മാലിന്യങ്ങൾ വർഷങ്ങൾക്കിപ്പുറവും പരിസ്ഥിതിയിൽ അതുപോലെ തന്നെ നിലനിൽക്കും. ഇവയ്ക്ക് ആകെ സംഭവിക്കുന്ന മാറ്റം കാലങ്ങൾക്ക് ശേഷം അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് മൈക്രോ പ്ലാസ്റ്റിക്കുകളായി മാറും എന്നത് മാത്രമാണ്. സാധാരണ പ്ലാസ്റ്റിക്കിനേക്കാൾ വളരെ അപകടകാരിയാണ് മൈക്രോ പ്ലാസ്റ്റിക്. വളരെ ചെറിയ കണികകളായതുകൊണ്ട് ജലത്തിലെയും കരയിലെയും മൃഗങ്ങളുടെ ഭക്ഷണത്തിലൂടെ ഇത് അവയ്ക്കുള്ളിൽ കടക്കുന്നു. ഫലമായി അവ നമ്മുടെ ഫുഡ് ചെയിനിലേക്കും പ്രവേശിക്കുന്നു. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സമുദ്ര പരിസ്ഥിതിയുടെ ഭൂരിഭാഗവും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളാൽ മലിനമായിരിക്കുന്നു എന്നതാണ്. മൈക്രോ പ്ലാസ്റ്റിക് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ആരോഗ്യ വിപത്തുകൾ ചെറുതല്ല. അവ മനുഷ്യരിൽ വിട്ടുമാറാത്ത പല രോഗങ്ങൾക്കും കാരണമായേക്കാം. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ വിവിധ അവയവങ്ങളിൽ അടിഞ്ഞുകൂടുകയും ശ്വാസകോശം, കരൾ, വൃക്ക, മസ്തിഷ്കം തുടങ്ങിയവയിൽ കേടുപാടുകൾ വരുത്തുകയും ചെയ്യും. ഹൃദ്രോഗമുള്ളവരിൽ ഹൃദയാഘാതത്തിനും സ്ട്രോക്കിനുമുള്ള സാധ്യത ഇത്തരം പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ വർദ്ധിപ്പിക്കും എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനെല്ലാം പുറമെ ക്യാൻസറിനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടുന്ന പഠനങ്ങൾ നിലവിലുണ്ട്. എന്തായാലും പ്ലാസ്റ്റിക് ഉൽപാദനത്തിന് കുറവൊന്നും വരാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതുമാത്രമല്ല 2050 ഇപ്പോൾ നിലവിലുള്ളതിൻ്റെ 3 ഇരട്ടി പ്ലാസ്റ്റിക് ഉൽപാദനമാണ് പ്രതീക്ഷിക്കുന്നതും. അപ്പോൾ പ്രസക്തമായി നിൽക്കുന്ന ഒരു ചോദ്യം പ്ലാസ്റ്റിക്കിനെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് എങ്ങനെ പരമാവധി ഒഴിവാക്കാം എന്നതാണ്. ശാസ്ത്രലോകം പ്ലാസ്റ്റിക്കിന് പകരം പരിസ്ഥിതിക്ക് സൗഹൃദമായ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഒടുവിൽ നമ്മുടെ എക്കോസിസ്റ്റത്തെ മൈക്രോ പ്ലാസ്റ്റിക്കിൽ നിന്ന് രക്ഷിക്കുന്ന ദൗത്യത്തിൽ ജപ്പാൻ വിജയിച്ചിരിക്കുകയാണ്. സമുദ്രത്തിൽ പൂർണ്ണമായി അലിഞ്ഞു ചേരുന്ന ഒരു പുതിയ തരം പ്ലാസ്റ്റിക്കാണ് ജപ്പാൻ വികസിപ്പിച്ചിരിക്കുന്നത്. റിക്കൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞരാണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. അവശിഷ്ടങ്ങൾ ഒന്നും ബാക്കി വയ്ക്കാതെ പൂർണ്ണമായി കടലിലും മണ്ണിലും അലിഞ്ഞു ചേരുന്നു എന്നതാണ് പുതിയ പ്ലാസ്റ്റിക്കിന്റെ പ്രധാന പ്രത്യേകത. പഠനത്തിൽ കാണാൻ കഴിഞ്ഞത് ഉപ്പുവെള്ളത്തിൽ വച്ച് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഇവ അലിഞ്ഞു തുടങ്ങി എന്നതാണ്. അതുപോലെ ഏകദേശം 10 ദിവസങ്ങൾക്ക് ശേഷം ഇവ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് വളമായി മാറും. അതായത് മണ്ണിന്റെ ഫലഭൂഷ്ടി നിലനിർത്താൻ ഇവയ്ക്ക് സാധിക്കുന്നു. ഉപയോഗിക്കുന്ന പ്രാഥമിക ഘടകത്തിന്റെ 91% വീണ്ടെടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഇവ പുനരുപയോഗിക്കാനും കഴിയും. ശക്തവും സുസ്ഥിരവും പുനരുപയോഗിക്കാവുന്നതുമായ മെറ്റീരിയൽ ഉപയോഗിച്ച് മൈക്രോ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കാത്ത പ്ലാസ്റ്റിക്കുകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ടാക്കുസോ ഐഡ പറഞ്ഞു. റിവേഴ്സിബിൾ ബോണ്ടുകളുള്ള സുപ്രാമോളിക്കുലാർ പോളിമറിൽ നിന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ ഉപയോഗ സമയത്ത് ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആയിരിക്കുകയും ഉപയോഗശേഷം വേഗത്തിൽ നശിക്കുകയും ചെയ്യും. ദിനം പ്രതി നമ്മൾ ഉപയോഗിച്ചു വരുന്ന പ്ലാസ്റ്റിക്കിന് മികച്ച ഒരു പകരക്കാരനെയാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത്.